എവിടെ നിന്നാണ് ഈ വിശ്വാസം അവർക്ക് വരുന്നത്? എവിടെ നിന്നാണ് ഈ തവക്കുൽ അവർക്ക് വരുന്നത്? പ്രയാസങ്ങളും പ്രതിസന്ധികളും വരുമ്പോൾ എവിടെ നിന്നാണ് അവർക്ക് ഈ ഒരു ആത്മധൈര്യം വരുന്നത്? വയനാട് ഇവിടെ പരാമർശിക്കപ്പെട്ടല്ലോ. എത്ര ഭീകരമാണ്, എത്ര പ്രയാസകരമാണ്. പക്ഷേ തൗഹീദ്, അത് അടിയുറച്ച മനസ്സുകൾ അതിനെ അംഗീകരിച്ചു കഴിഞ്ഞു. അത് അള്ളാഹുവിന്റെ തീരുമാനമാണ്. ചാലിയാറിന്റെ തീരങ്ങളിൽ 3 വയസ്സും 2 വയസ്സും 1 വയസ്സുമുള്ള നമ്മുടെ മക്കളുടെ പ്രായമുള്ള പിഞ്ചുപൈതങ്ങളുടെ മുഖങ്ങൾ ആ ഓളത്തിൽ അങ്ങനെ തെള്ളിക്കളിച്ചപ്പോൾ, ആ ചാലിയാറിന്റെ തീരത്ത് നിന്ന് രക്ഷാപ്രവർത്തകരെ എടുത്തു കൊണ്ടുവരുന്ന സമയത്ത് നമുക്ക് എത്ര ദുഃഖമാണ് ഉണ്ടായത്, എത്ര പ്രയാസമാണ് ഉണ്ടായത്. പിഞ്ചുപൈതങ്ങളാണ്. കണ്ണ് നിറയും. റസൂലിന്റെ കണ്ണ് നിറഞ്ഞിട്ടുണ്ട്, സ്വഹാബത്തിന്റെ കണ്ണ് നിറഞ്ഞിട്ടുണ്ട്. പക്ഷേ നാം അള്ളാഹുവിനെ ചീത്ത വിളിച്ചിട്ടില്ല, അള്ളാഹുവിന്റെ ഖളാ ഖദറിനെതിരെ ഒന്നും സംസാരിച്ചിട്ടില്ല. ഒരു വിശ്വാസി അംഗീകരിക്കുകയാണ്, വിശ്വാസം കൊണ്ട് അതിനെ തരണം ചെയ്യുകയാണ്. ഇത് റബ്ബിന്റെ തീരുമാനമാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ അടുക്കലേക്ക് ഓടിക്കതച്ചു വരികയാണ്. താബിഈയായ ഒരു പണ്ഡിതൻ. അദ്ദേഹം ഓടിക്കതച്ചു വരുന്ന സമയത്ത് അബൂ ഹുറൈറ റളിയല്ലാഹുവിന്റെ സമീപത്തേക്ക് വന്നുകൊണ്ട് പറയാണ്, ഞാൻ എൻ്റെ 2 മക്കളെ ദഫൻതു ബിയദയ്യ ഹാതൈൻ, ഈ 2 കൈകൾ കൊണ്ട് ഖബറിൽ വെച്ചു കൊണ്ടുവരികയാണ്. ഞാൻ എൻ്റെ 2 മക്കളെ ഖബർ ചെയ്ത് അവരെ ദഫൻ ചെയ്തു കൊണ്ടുവരികയാണ്. എൻ്റെ ഹൃദയം തകിടം മറിഞ്ഞിട്ടുണ്ട്, എൻ്റെ മനസ്സെന്റെ കൈവിട്ടു പോകുമെന്ന് എനിക്ക് പേടിയുണ്ട്. അതുകൊണ്ട് അബൂ ഹുറൈറ, എൻ്റെ മനസ്സിന് ശാന്തി പകരുന്ന, എൻ്റെ മനസ്സിന് സമാധാനം പകരുന്ന ഒരു വാക്ക് എനിക്ക് പറഞ്ഞു തരണം. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ നാവിലൂടെ വന്ന വാക്കുകൾ നമുക്ക് ആശ്വാസമാണ്. 100 കണക്കിന് കുഞ്ഞുങ്ങൾ നഷ്ടപ്പെട്ട വയനാട് ദുരന്തത്തിൽ, ഉരുൾ ദുരന്തത്തിൽ നഷ്ടപ്പെട്ട കുഞ്ഞുങ്ങൾ, നഷ്ടപ്പെട്ട വേദനയിൽ കഴിയുന്ന ആളുകൾക്ക് അത് മനോബലം പകരുന്നതാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നൽ ഹംദലില്ലാഹി നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅമാലിനാ മൻ യഹ്ദിഹില്ലാഹു ഫലാ മുദില്ല ലഹു വമൻ യുദ്ലിൽഹു ഫലാ ഹാദിയ ലഹു ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. സ്നേഹാദരണീയരായ വേദിയിലിരിക്കുന്ന കേരള നദ്വത്തുൽ മുജാഹിദീൻ, ഇത്തിഹാദു ശുബാനിൽ മുജാഹിദീൻ അടക്കമുള്ള ഈ ആദർശ പ്രസ്ഥാനത്തിൻ്റെ നേതാക്കന്മാരെ, സഹോദരന്മാരെ, സഹോദരിമാരെ, നിർഭയത്വം, സമാധാനം, തൗഹീദിലൂടെ എന്ന ഒരു വിഷയമാണ് നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കാനുള്ളത്. സ്വസ്ഥത, സമാധാനം, ശാന്തി എന്നുള്ളത് മനുഷ്യൻ്റെ എക്കാലത്തെയും തേട്ടമാണ്. മനുഷ്യൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന എല്ലാ നിയമങ്ങളുടെയും നിയന്ത്രണങ്ങളുടെയുമൊക്കെ ലക്ഷ്യമെന്നുള്ളത് സ്വാസ്ഥ്യമുള്ള, നിർഭയത്വമുള്ള, സമാധാനമുള്ള ഒരു ജീവിതം സാധ്യമാക്കുക എന്നുള്ളതാണ്. അവിടെയാണ് എപ്പോഴാണ് ഒരു മനുഷ്യന് നിർഭയത്വം, സമാധാനം കരഗതമാവുന്നത്? അതിനുത്തരം നൽകാം നമുക്ക്. ഒരു മനുഷ്യൻ
തിന്മയുടെ വഴികളിൽ നിന്ന് മാറി നന്മയുടെ വഴികളിലൂടെ സഞ്ചരിക്കുമ്പോൾ സ്വാഭാവികമായും ഉണ്ടാകുന്ന പ്രതിഫലനമാണ് സ്വസ്ഥതയും സമാധാനവും എന്നുള്ളത്. ഉപദ്രവകരമായ വഴികളിൽ നിന്ന് മാറി ഉപകാരം നൽകുന്ന, ഗുണം നൽകുന്ന, ഗുണപ്രധാനമായ വഴികളിലൂടെ സഞ്ചരിക്കുമ്പോഴാണ് മനുഷ്യന് സ്വാസ്ഥ്യമുണ്ടാകുന്നത്, സമാധാനമുണ്ടാകുന്നത്. അവിടെയാണ് ഏറ്റവും പ്രസക്തമായ ഒരു ചോദ്യം ഉയർന്നു വരുന്നത്. എന്താണ് ഈ നന്മയുടെ വഴി, എന്താണ് ഈ തിന്മയുടെ വഴി? ഈ ചോദ്യത്തിന് ഉത്തരം നൽകാൻ സാധിച്ചാൽ മാനവകുലം ആ ചോദ്യത്തിനുള്ള ശരിയായ ഉത്തരം കണ്ടെത്തിയാൽ അതോടുകൂടി മനുഷ്യൻ്റെ സകല പ്രശ്നങ്ങളും അവിടെ അവസാനിക്കണം. എന്താണ് നന്മ, എന്താണ് തിന്മ? അത് മനുഷ്യപ്രാപ്യമായ ഒരു വിഷയമാണോ? നന്മ എന്താണ്, തിന്മ എന്താണ് എന്നുള്ളത് നമുക്ക് നിർണയിക്കാൻ കഴിയുന്ന ഒരു വിഷയമാണോ? ഇസ്ലാം അതിന് നൽകുന്ന ഉത്തരം അല്ലേ അല്ല. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നന്മയെയും തിന്മയെയും വേർതിരിക്കുക എന്നുള്ളത് മനുഷ്യപ്രാപ്യമല്ല. അത് മനുഷ്യന് കഴിയാത്ത കാര്യമാണ്. കാരണം ആ നന്മ ഏത്, തിന്മ ഏത് എന്ന് പറയേണ്ട ഈ സാഹചര്യത്തെയും ഈ ഭൂമിയെയും ഈ ഭൂമിയിലെ സകലമാന ജീവജാലങ്ങളെയും അതിൻ്റെ സൃഷ്ടിപ്പിനെയും അവയുടെ ജീവിത രീതിയെയും കുറിച്ച് കൃത്യമായി അറിയുന്നവനായ സൃഷ്ടാവാരാണോ അവന് മാത്രമേ അത് വ്യവച്ഛേദിക്കുവാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ് സത്യം. ഒരു ഉദാഹരണം പറയാം. ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ കോഴിക്കോട് സർവകലാശാല കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ പരിസരത്തേക്ക് സാധാരണയായി കുട്ടികളുടെ അഭിപ്രായങ്ങൾ ശേഖരിക്കാൻ വേണ്ടി ചാനലുകാരും യൂട്യൂബേഴ്സൊക്കെ കടന്നു വരാറുണ്ട്. സമൂഹത്തിൽ അധാർമികത പ്രചരിപ്പിക്കുന്ന, ശുദ്ധവൃത്തികേടിനെ പുരോഗമനമായി പരിചയപ്പെടുത്തുന്ന വിഭാഗത്തിൽ നിലകൊള്ളുന്ന ഒരു യൂട്യൂബ് ചാനലിൻ്റെ ചില ആളുകൾ, ബന്ധപ്പെട്ട ആളുകൾ അവരുടെ മൈക്കും ക്യാമറയുമായി കൊണ്ട് യൂണിവേഴ്സിറ്റിയിലെ, കേരളത്തിലെ കോഴിക്കോട് മലബാറിലെ യൂണിവേഴ്സിറ്റിയിലെ നമ്മുടെ കുട്ടികളുടെ മുന്നിലേക്ക് ചെന്നു. മുസ്ലിം കുട്ടികളും അമുസ്ലിം കുട്ടികളും അടങ്ങുന്ന സംഘത്തിന് മുന്നിലേക്ക് ചെന്നിട്ട് അവരൊരു ചോദ്യം ചോദിച്ചു. ആ ചോദ്യം പോലും നമുക്ക് അറപ്പുളവാക്കുന്ന ചോദ്യമാണ്. ആ ചോദ്യം ഇങ്ങനെയാണ്: നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഏതു വിഷയത്തിലാണ് നിങ്ങളുടെ അഭിപ്രായം? ഒരു മാതാവും ഒരു മകനും, ഒരു പിതാവും അദ്ദേഹത്തിൻ്റെ മകളും പരസ്പരം വിവാഹം കഴിക്കുന്നതിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഞാനത് പരമാവധി മാന്യമായി നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചു എന്ന് മാത്രം. അവർ ചോദിച്ച ആ ചോദ്യത്തിൻ്റെ രൂക്ഷതയിലും ആ കട്ടിയിലുമല്ല നിങ്ങളുടെ മുമ്പിൽ ഞാനത് പറഞ്ഞത്. വളരെ അറപ്പുളവാക്കുന്ന, ആ വാക്ക് പോലും കേൾക്കാൻ നമുക്ക് സാധിക്കും. ഒരു ഉമ്മയും മകനുമുള്ള സദസ്സിൽ, ഒരു പിതാവും മകളുമുള്ള സദസ്സിൽ നമുക്ക് കേൾക്കാൻ കഴിയോ? ആ കുട്ടികൾ അതിന് നൽകിയ മറുപടി എന്നറിയും. യൂറോപ്പിലെ ഏതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന, അതല്ലെങ്കിൽ ബ്രിട്ടനിലെ കാംബ്രിഡ്ജിലോ ഓക്സ്ഫോർഡിലോ പഠിക്കുന്ന കുട്ടികളല്ല അതിന് മറുപടി നൽകിയത്. കേരളത്തിൽ നമുക്കിടയിൽ നാം വളർത്തിക്കൊണ്ടുവന്ന മലബാറിലെ നമ്മുടെ കുട്ടികൾ നൽകിയ മറുപടി, അവരിൽ നല്ലൊരു ശതമാനം നൽകിയ മറുപടി, അതൊക്കെ ഓരോരുത്തരുടെ വ്യക്തി താല്പര്യങ്ങളല്ലേ. അതിന് നമുക്ക് വല്ല അഭിപ്രായവും പറയാൻ കഴിയോ? ഉപ്പക്കും മകൾക്കും പ്രശ്നമില്ലെങ്കിൽ, അച്ഛനും മകൾക്കും പ്രശ്നമില്ലെങ്കിൽ, അമ്മക്കും മകനും പ്രശ്നമില്ലെങ്കിൽ നമുക്കെന്തിനാ വിഷയത്തിൽ പ്രശ്നം എന്ന് തിരിച്ചു ചോദിക്കുകയാണ്. വേറെ വിഭാഗം പറയുക അത് ശരിയല്ല, തുലോം തുച്ഛമായി ഒരാൾ ഉത്തരം നൽകിയത് അത് ശരിയല്ല. ബാക്കിയുള്ളവർ മുഴുവനും പറയുന്ന ഈ അഭിപ്രായം. വേറൊരാൾ ഒരു മറുപടി പറഞ്ഞു. എന്താ അറിയോ? അത് നമുക്ക് നമ്മുടെ ചുറ്റുപാടിൽ ജീവിക്കുന്നത് കൊണ്ട് അതൊരു മോശമായ അധർമ്മമായി അനുഭവപ്പെടുകയാണ്. വെസ്റ്റേൺ കൺട്രീസിലേക്ക് ചെന്നാൽ, യൂറോപ്യൻ നാടുകളിലേക്ക് ചെന്നാൽ ഇത് സർവ്വസാധാരണമായ കാര്യമാണ്. നമ്മുടെ നാട്ടിൽ നാട്ടു നടപ്പല്ലാത്ത ഒരു വിഷയമെന്ന നിലക്ക് നമുക്കതൊരു വൃത്തികേടായി തോന്നുകയാണ്. അതാണ് ഈ ചോദ്യത്തിനുള്ള മറുപടി. മനുഷ്യനാണ് നന്മയും തിന്മയും വ്യവച്ഛേദിക്കുന്നതെങ്കിൽ നമുക്ക് നന്മയായി തോന്നുന്ന പലതും പുതിയ തലമുറക്ക് തിന്മയായിരിക്കും. ഈ ഇരിക്കുന്ന ആളുകളിൽ 100% എന്ന് പറയട്ടെ, ആർക്കാണ് ആ ചോദ്യത്തിന് അതൊരു വഷളൻ വൃത്തികേടാണ് എന്ന് പറയാൻ മടിയുണ്ടാവുക? ആർക്കും മടിയുണ്ടാവില്ല. പക്ഷെ നമ്മുടെ മക്കൾ ആ മറുപടി നൽകുമെന്ന് നമുക്ക് ഉറപ്പുണ്ടോ? അല്ല. നോക്കൂ, ഒരു ജനറേഷൻ മാറുമ്പോൾ, ഒരേ വായു ശ്വസിച്ച് വെള്ളം കുടിച്ച് ഒരു നാട്ടിൽ ജീവിച്ച ആളുകൾക്കിടയിൽ പോലും ഈ ഒരു വിഷയത്തിലെ ശരിയോ തെറ്റോ എന്ന ചോദ്യത്തിൽ മാറ്റമുണ്ടെങ്കിൽ, ലോകത്ത് ജീവിക്കുന്ന ആളുകൾക്ക് ഓരോ വിഷയത്തിലും അവരുടേതായ ശരികളും തെറ്റുകളുമുണ്ട്. നമ്മുടെ ശരികൾ അവരുടെ തെറ്റുകളാവാം,
നമ്മുടെ തെറ്റുകൾ അവരുടെ ശരികളാവാം. ഇത് മാറിയും മറിഞ്ഞും കൊണ്ടിരിക്കും. മനുഷ്യ ഗവേഷണമായ ഒരു വിഷയമല്ല അത്. ഇന്നലെ വരെ മനുഷ്യൻ തീരുമാനിച്ച പലതും ഇന്ന് മനുഷ്യൻ ഉടച്ചു വാർക്കുന്നു. ഇതുവരെ നാം സ്വീകരിച്ച നിലപാടുകൾ ശരിയല്ല എന്ന് പ്രഖ്യാപിക്കുന്നു. പുതിയ വിദ്യാഭ്യാസ നയം പ്രഖ്യാപിക്കപ്പെട്ട് അത് നടപ്പിൽ വരുത്തുന്ന വർഷങ്ങളായി, അത് നടപ്പിൽ വരുത്തുന്ന ഒരു സമയത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഈ പുതിയ വിദ്യാഭ്യാസ നയം അത് പ്രഖ്യാപിക്കപ്പെടുന്നതിന് മുമ്പ് വരെ നമ്മൾ ഫോളോ ചെയ്തിരുന്ന വിദ്യാഭ്യാസ നയമായിരുന്നു ശരി. ഇന്നത് പഴഞ്ചനായി. നാളെ ഈ വിദ്യാഭ്യാസ നയത്തെ പൊളിച്ചെഴുതുന്ന പുതിയ പഠനങ്ങൾ വരും. അതുകൊണ്ട് തന്നെ ഒരു കാര്യത്തിന്റെ ശരിയും തെറ്റും ആ മനുഷ്യബുദ്ധിയെ കേന്ദ്രീകരിച്ചുകൊണ്ട് വേർതിരിക്കുക എന്നുള്ളത് ശുദ്ധഭോഷ്കാണ്, വിഡ്ഢിത്തമാണ്. അത് മനുഷ്യ സാധ്യമല്ല. അവിടെയാണ് ഇസ്ലാം പറയുന്നത്, ഇവിടെയാണ് എന്താണ് ശരി എന്താണ് തെറ്റ് എന്നുള്ളത് നമുക്ക് പറഞ്ഞു തരേണ്ടത്. നമ്മെ ആരാണോ സൃഷ്ടിച്ചത്, നമ്മെ ആരാണോ പരിപാലിക്കുന്നത്, അവൻ ചെയ്യേണ്ട ദൗത്യമാണത്. ഇസ്ലാം പറയുന്നത് അവിടെയാണ്. സ്വർഗീയ ലോകത്ത് നിന്ന് ആദം അലൈഹിസ്സലാത്തു വസ്സലാമിനെയും ഹവ്വയെയും പുറത്തേക്ക് അള്ളാഹു പുറത്താക്കുന്ന സന്ദർഭത്തിൽ അവരോട് പറയുന്ന ഒരു വാക്കുണ്ട്. സൂറത്തുൽ ബഖറ പരിശോധിച്ചാൽ നമുക്കത് കാണാം. ഖുൽ നഹ്ബിതു മിൻഹാ ജമീഅ ഫഇമ്മാ യഅതിയന്നകും മിന്നി ഹുദൻ ഫമൻ തബിഅ ഹുദായ ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. എത്ര കൃത്യമാണത് നോക്കൂ. ഇവിടെ നിന്ന് നിങ്ങൾ ഇറങ്ങിപ്പോകൂ. നാം അവരോട് പറഞ്ഞു, ഖുൽ നഹ്ബിതു മിൻഹാ ജമീഅ, ഇറങ്ങിപ്പോകൂ ഇവിടെ നിന്ന്. ഫഇമ്മാ യഅതിയന്നകും മിന്നി ഹുദാ, എന്റെ അടുക്കൽ നിന്ന് നിങ്ങൾക്ക് സന്മാർഗം വരും. ഞാനാണ് നിങ്ങൾക്ക് സന്മാർഗം ഏതാണെന്ന് പറഞ്ഞു തരേണ്ടത്. ഫമൻ തബിഅ ഹുദായ, എന്റെ സന്മാർഗത്തെ ആര് പിൻപറ്റിയോ ഫലാ ഖൗഫുൻ അലൈഹിം, അവർ ഭയപ്പെടേണ്ടതില്ല, വലഹും യഹ്സനൂൻ, അവർ ദുഃഖിക്കേണ്ടതുമില്ല. അവിടെയാണ് ഇസ്ലാം പറയുന്നത് നന്മ തിന്മ എന്നുള്ളത് പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവ് നൽകേണ്ടതാണ്. റുസുലൻ മുബശ്ശിരീന വമുൻദിരീൻ, അല്ലാഹുവാണ് പ്രവാചകന്മാരെ പറഞ്ഞയച്ചത് സന്തോഷ വാർത്ത അറിയിക്കുന്നവരും താക്കീത് നൽകുന്നവരുമായിക്കൊണ്ട്. അവർ വന്നുകൊണ്ട് മാലോകരായ ആളുകൾക്ക് നന്മയുടെ വഴികൾ ഓരോന്നോരോന്ന് പഠിപ്പിച്ചു കൊടുത്തു. ഏതാണ് തിന്മയെന്നും അതിൽ ഏറ്റവും അപകടം പിടിച്ച തിന്മ ഏതാണെന്നും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നും കൃത്യമായി മാനവകുലത്തെ 1.25 ലക്ഷത്തോളം വരുന്ന പ്രവാചകന്മാർ കൃത്യമായി പഠിപ്പിക്കുകയാണ്. അവിടെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് സൂറത്തുൽ അംബിയായിൽ അല്ലാഹുവിന്റെ പരാമർശം നോക്കൂ. വമാ അർസൽനാ മിൻ ഖബലിക മിൻ റസൂലിൻ ഇല്ലാ നൂഹി ഇലൈഹി അന്നഹു ലാ ഇലാഹ ഇല്ലാ അന ഫഅബ്ദുൻ. പ്രവാചകരെ, അങ്ങേ മാത്രമല്ല അങ്ങേക്ക് മുമ്പുള്ള ഒരു ദൂതനെയും നാം അയച്ചിട്ടില്ല. ആ ദൂതന്മാർ അതത് സമുദായങ്ങളോട് ഉദ്ഘോഷിച്ചിട്ടല്ലാതെ. എന്താണ് അവർ ഒന്നാമതായി അവരോട് പറഞ്ഞത്? നാം അവർക്ക് വഹി നൽകിയ ഒരു വിഷയം, ഇല്ലാ നൂഹി ഇലൈഹി അന്നഹു ലാ ഇലാഹ ഇല്ലാ അന ഫഅബ്ദുൻ, ഞാനല്ലാതെ വേറൊരു ദൈവമില്ല, ഞാനല്ലാതെ ആരാധിക്കപ്പെടാൻ അർഹനായി ആരുമില്ല എന്നത് അവരെ അറിയിക്കണം. ഇതാണ് മനുഷ്യൻ നേർവഴി പ്രാപിക്കുവാൻ വേണ്ടി ചെയ്യേണ്ടത്. അള്ളാഹുവിന്റെ കൽപ്പനകളെ സ്വീകരിക്കുക, ദൈവിക കൽപ്പനകളെ സ്വീകരിക്കുക. ദൈവികത അള്ളാഹു അല്ലാത്തവർക്ക് കൽപ്പിക്കാതിരിക്കുക. ഒരു ഉദാഹരണം പറയാം. ഒരാള് നല്ല എഞ്ചിനീയറാണ് അയാൾ, അല്ലെങ്കിൽ വേണ്ട PhD 5 എണ്ണം എടുത്തിട്ടുണ്ട്. ഭൗതിക വിദ്യാഭ്യാസത്തിൻ്റെ ഏറ്റവും ഉന്നതിയിൽ നിൽക്കുന്ന ഒരാൾ നമ്മളോട് പറഞ്ഞു, പോയി കിണറ്റ് പോയി ചാടാടാന്ന് പറഞ്ഞു. നമ്മൾ ചാടോ? രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി പറഞ്ഞു, നമ്മൾ ചാടോ? ഇല്ല. ലോകത്തെ ഏറ്റവും അറിയപ്പെടുന്ന പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരാൾ പറഞ്ഞു, നമ്മൾ ചാടോ? ഇല്ല. അതേ നാട്ടിലാണ്, നമ്മൾ ചാടില്ല. അതേ ഈ മണ്ണിലാണ് അമാവാസി ദിനത്തിൽ 3 ആളുകൾ പോയി ഒരു മരത്തിൽ തൂങ്ങിച്ചത്തത്. ആരാണ് അവരോടത് പറഞ്ഞത്? സ്കൂളിന്റെ പടി കണ്ടിട്ടില്ലാത്ത ഏതോ ഒരു മൊല്ല, ഏതോ ഒരു ദൈവികത്വം കൽപ്പിക്കപ്പെടുന്ന ഒരാൾ. ഇതാണ് ദൈവികത അള്ളാഹു അല്ലാത്തവർക്ക് കൽപ്പിച്ചാലുള്ള പ്രശ്നം. ദൈവികത അള്ളാഹു അല്ലാത്തവർക്ക് കൽപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ അയാൾ പറയുന്നതിനെ മറുത്ത് ഒരു ചോദ്യം ഉന്നയിക്കുക എന്നുള്ളത് നമ്മൾ ചെയ്യൂല. ഒരു മനുഷ്യൻ പോയി തൂങ്ങിച്ചാവണം, നിന്റെ ജീവിതത്തിന് മോക്ഷം കിട്ടണമെങ്കിൽ എന്ന് പറഞ്ഞപ്പോൾ അയാളെ തൂങ്ങിച്ചാവാൻ പ്രേരിപ്പിച്ച കാര്യമുണ്ടല്ലോ, അത് ദൈവികത അള്ളാഹു അല്ലാത്തവർക്ക് കൽപ്പിച്ചു എന്നുള്ളതാണ്. ലോകത്തുള്ള മാലോകരായ മുഴുവൻ ആളുകളും അദ്ദേഹത്തോട് തൂങ്ങിച്ചാവാൻ പറഞ്ഞാൽ, അല്ലെങ്കിൽ കിണറ്റിൽ ചാടെന്ന് പറഞ്ഞാൽ അയാൾ അത് ചെയ്യൂലായിരുന്നു. പക്ഷേ ഒരു പീക്കിരിയായ ഒരു മനുഷ്യൻ അത് ചെയ്യാൻ പറഞ്ഞപ്പോൾ അയാൾ ചെയ്തു. എന്താണ് അതിന് പ്രേരകമായത്? അയാൾക്കെന്തോ ദൈവികതയുണ്ട്. അതാണ് പറഞ്ഞത്, ദൈവികത എനിക്ക് മാത്രമേ ഉള്ളൂ, ഞാനല്ലാതെ ഒരു ദൈവമില്ല, എന്റെ വാക്കിനല്ലാതെ മറുവാക്ക്, എന്റെ വാക്ക് മാത്രമേ മറുവാക്കില്ലാതെ നിങ്ങൾ കേൾക്കേണ്ടതുള്ളൂ.
വേറെ ഏതൊരു വാക്കാണെങ്കിലും നിങ്ങൾ മറുത്തു നിങ്ങളുടെ ബുദ്ധി കൊണ്ട് നിങ്ങൾക്ക് അതിനെ എതിർക്കാം, എന്റേതല്ലാതെ. എത്ര കൃത്യമാണിത്. സാക്ഷാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പോലും അങ്ങനെ ഒരു പ്രത്യേകത അല്ലല്ലോ. പ്രവാചകൻ മറുവാക്ക് കേട്ടിട്ടുണ്ട്. പ്രവാചകത്വത്തിന്റെ വിഷയത്തിൽ പെടാത്ത, നുബുവത്തിന്റെ വിഷയത്തിൽ പെടാത്ത വാക്കുകൾ ചെയ്തപ്പോൾ, പ്രവർത്തികൾ ചെയ്തപ്പോൾ റസൂലിനോട് സ്വഹാബികൾ തിരികെ ചോദിച്ചിട്ടുണ്ട്, റസൂലേ, അങ്ങയുടെ സ്വന്തം ഇഷ്ടപ്രകാരമാണോ ബദറിന് വേണ്ടി, ഈ യുദ്ധത്തിന് വേണ്ടി നമ്മുടെ സൈന്യം നിൽക്കാൻ ഈ സ്ഥലം തെരഞ്ഞെടുത്തത്? അതല്ല അള്ളാഹുവിന്റെ കൽപ്പനയാണോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എൻ്റെ അള്ളാഹുവിന്റെ കൽപ്പനയൊന്നുമല്ല, എൻ്റെ ബുദ്ധിയിൽ തോന്നിയ ഒരു കാഴ്ചപ്പാടിന്റെ അടിസ്ഥാനത്തിലാണ്. എങ്കിൽ റസൂലേ, നമുക്ക് ഇവിടെ നിൽക്കുന്നതിനേക്കാൾ നല്ലത് ഈ കിണർ കവർ ചെയ്തുകൊണ്ട് അതിൻ്റെ മുന്നിൽ നിൽക്കുന്നതാണ്. അപ്പോൾ ശത്രുക്കളായ ആളുകൾക്ക് വെള്ളം തേടി വരുമ്പോൾ നമുക്ക് അവരെ തടഞ്ഞു നിർത്താനും അവരെ ദാഹത്തിന് വിട്ടുകൊടുത്തുകൊണ്ട് അവരെ ക്ഷീണിപ്പിക്കാനും അതുകൊണ്ട് നമുക്ക് സാധ്യമാവുകയില്ലേ? റസൂൽ അത് സ്വീകരിച്ചു. എന്തുകൊണ്ടാണ് ആ മറുത്തുള്ള ചോദ്യം വന്നത്? അത് ദൈവികമല്ലാത്തൊരു വിഷയമാണ്, റസൂലിന്റെ സ്വന്തം ഇഷ്ടപ്രകാരം എടുത്ത തീരുമാനമാണ്. ഇപ്പൊ ദൈവികതയുള്ള വിഷയങ്ങളിൽ, ഉലൂഹിയത്ത് പറയുന്ന വിഷയങ്ങൾ അപ്പടി സ്വീകരിക്കുക എന്നുള്ളത് അത് നാം സ്വീകരിക്കേണ്ട ബാധ്യതയാണ്. അത് അല്ലാഹു അല്ലാത്ത ഒരാൾക്ക് നാം അത് സമർപ്പിക്കുമ്പോൾ ലോകത്തിന്റെ വ്യവസ്ഥ തെറ്റുന്നു, സമൂഹത്തിൽ പുതിയ പുതിയ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഉടലെടുക്കുന്നു എന്നുള്ളതാണ് സത്യം. ലോകത്തോട് ഇസ്ലാം ഉച്ചൈസ്വരം പ്രഖ്യാപിക്കുകയാണ്, മാലോകരെ, മനുഷ്യരെ, വമിനായാതിഹിൽ ലൈലു വന്നഹാർ വശംസു വൽ ഖമർ, അല്ലാഹുവിന്റെ വലിയ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ടതാണ് രാവും പകലും, സൂര്യനും ചന്ദ്രനും. ലാ തസ്ജുദൂ ലിശംസി വലാ ലിൽ ഖമർ വസ്ജുദൂ ലില്ലാഹി അല്ലദീ ഖലഖഹുന്ന ഇൻ കുൻതും ഇയ്യാഹു തഅബുദൂൻ. എത്ര സുന്ദരമായ ഒരു ആശയാണെന്ന് നോക്കി, എത്ര വ്യക്തമാണ്, എന്ത് അവ്യക്തതയാണ് അവിടെയുള്ളത്. വമിൻ ആയാതിഹി, അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ടതാണ് അല്ലൈലു വന്നഹാർ, രാവും പകലുമെല്ലാം. രാവും പകലും ദൈവങ്ങളല്ല, ദൈവികമായ ദൃഷ്ടാന്തങ്ങളാണ്. സൂര്യനല്ല നിങ്ങളെ പടച്ചത്, സൂര്യൻ ദൈവികമായ ദൃഷ്ടാന്തമാണ്, ദൈവ സൃഷ്ടിയാണ്. ചന്ദ്രനല്ല നിങ്ങളുടെ ദൈവം, ചന്ദ്രനും ദൈവത്തിന്റെ ദൃഷ്ടാന്തമാണ്. ലാ തസ്ജുദൂ ലിശംസി വലാ ലിൽ ഖമർ, നിങ്ങൾ ഈ സൂര്യനോ ചന്ദ്രനോ അല്ല നിങ്ങൾ ആരാധനകൾ അർപ്പിക്കേണ്ടത്. വസ്ജുദൂ ലില്ലാഹി അല്ലദീ ഖലഖഹുന്ന, ആരാണോ നിങ്ങളെ സൃഷ്ടിച്ചത്, ആരാണോ സൂര്യനെ സൃഷ്ടിച്ചത്, ആരാണോ ചന്ദ്രൻ സൃഷ്ടിച്ചത്, അവന്റെ മുന്നിൽ നിങ്ങൾ സുജൂദ് ചെയ്യൂ. എത്ര സുന്ദരമായ ഒരു ആശയാണ്. ഇതൊരാളുകൾ സ്വീകരിക്കുകയാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഈ തൗഹീദ് സ്വീകരിക്കുകയാണ്, അവന്റെ ഇസ്സത്ത് വർദ്ധിക്കും, അവന്റെ അഭിമാനബോധം വർദ്ധിക്കും. പ്രപഞ്ചത്തിലുള്ള ഒന്നും അവൻ ദൈവത്തെ പോലെ കാണുകയില്ല. ദൈവം അള്ളാഹു മാത്രമാണ് തന്നെ സൃഷ്ടിച്ചതെന്ന സത്യം അവൻ ഉൾക്കൊള്ളുക വഴി അവൻ തൗഹീദിന്റെ പാതയിലേക്ക് പ്രവേശിച്ചു. ആ ദൈവികമായ കൽപ്പനകൾ കലർപ്പില്ലാതെ കിട്ടുന്ന പ്രവാചകന്മാരെ അംഗീകരിക്കുന്നത് വഴി അവൻ ദൈവികമായ പാതയിൽ പ്രവേശിച്ചു കഴിഞ്ഞു. പിന്നെ അവനൊന്നും ഭയപ്പെടാനില്ല. നോക്കി, വസഖറ ലക്കും മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദി ജമീഅൻ മിൻഹു, ആകാശഭൂമികളിലുള്ളതെല്ലാം നിങ്ങൾക്ക് വേണ്ടി അള്ളാഹ് സൃഷ്ടിച്ചതാണ്. പശു നിങ്ങൾക്ക് വേണ്ടി ആരാധിക്കാനുള്ള ഒന്നല്ല, മറിച്ച് പശു നിങ്ങൾക്ക് പാല് തരാനുള്ള, നിങ്ങൾക്ക് മാംസം നൽകാനുള്ള, നിങ്ങൾക്ക് വേണ്ടി അള്ളാഹു സൃഷ്ടിച്ചതാണ്. ഈ പ്രപഞ്ചത്തിലെ സകലമാന വസ്തുക്കളും നിങ്ങൾക്ക് വേണ്ടി അടിമവേല ചെയ്യുന്നവരാണ്. നിങ്ങളാണ് രാജാക്കന്മാർ, നിങ്ങൾ ഇതൊന്നിനെയും ആരാധിക്കേണ്ടവരല്ല, നിങ്ങളുടെ സേവകന്മാരായിക്കൊണ്ടാണ് ഈ പ്രപഞ്ചത്തിലെ സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും എല്ലാം സൃഷ്ടിക്കപ്പെട്ടത്. എത്ര സുന്ദരമായ ഒരാദർശമാണ്. ഈ ആദർശം നമ്മുടെ നെഞ്ചിലേക്ക് കയറിയാൽ സ്വാഭാവികമായും ഉണ്ടാകുന്ന പ്രതിഫലനമാണ് തവക്കുൽ. തവക്കുൽ, തവാക്കുലല്ല, തവക്കുൽ. തവാക്കുൽ വേറെ, തവക്കുൽ വേറെ. ഭൗതികമായി നാം ചെയ്യേണ്ട എല്ലാ പണികളും നമ്മൾ ചെയ്തു, പിന്നീട് തവക്കൽതു അലല്ലാഹ്, എന്നാൽ കഴിയുന്നത് മുഴുവനും ഞാൻ ചെയ്തു, ഇനി എൻ്റെ റബ്ബ് തീരുമാനിക്കുന്നത് പോലെ നടക്കട്ടെ, ഞാൻ എൻ്റെ റബ്ബിൽ ഭരമേൽപ്പിച്ചിരിക്കുന്നു. നോക്കി, ഉഹദ് വലിയ പരീക്ഷണമായിരുന്നു, വലിയ പരീക്ഷണമായിരുന്നു. എത്ര സ്വഹാബികളാണ് കൊല്ലപ്പെട്ടത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മരണത്തിന്റെ വക്കിൽ വരെ എത്തിയില്ലേ? പ്രവാചകന്റെ താടി, ആ പടച്ചട്ടയുടെ ആണി തുളച്ചു കയറി പ്രവാചകന്റെ വായിലൂടെ പ്രവേശിച്ച് പല്ല് നഷ്ടപ്പെടുമാറ് പ്രവാചകന്റെ രക്തം വാർന്നൊഴുകി പ്രവാചകൻ എഴുന്നേറ്റ് നിൽക്കാൻ പോലും കഴിയാത്ത രൂപത്തിൽ സ്വഹാബത്തിൽപ്പെട്ട പലരും മൃഗീയമായ രൂപത്തിൽ കൊല ചെയ്യപ്പെട്ടതിനു ശേഷവും ശരീരം ഛിന്ന ഭിന്നമാക്കപ്പെട്ടു. എത്ര ഭീകരമായ ഒരു സന്ദർഭമാണ്. അവസാനം ആ ഉഹദിൽ നിന്ന് അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹു പിൽക്കാലത്ത് ഇസ്ലാം സ്വീകരിച്ചു. അദ്ദേഹം
അദ്ദേഹവും സൈന്യവും തിരിച്ചു പോവുകയാണ്. ഒരു വിധേന രക്ഷപ്പെട്ടു എന്ന വിശ്വാസത്തിൽ മദീനയിലേക്ക് തിരിച്ചു വരികയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബത്തും. അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന് അപ്പോൾ ഒരു ഉപായം തോന്നി. അങ്ങനെ വെറുതെ വിട്ടാൽ പറ്റുമോ? ഒന്നുകൂടി ഒന്ന് ഞെട്ടിച്ചേക്കാം. ചില ആളുകൾ അദ്ദേഹം വിളിച്ചു വരുത്തി, പണം കൊടുത്തുകൊണ്ട് പറഞ്ഞു, മദീനയിൽ ചെന്നുകൊണ്ട് ഒരു വാർത്ത പറയണം. എന്താണ് ആ വാർത്ത? അബൂ സുഫിയാനും കൂട്ടരും സൈന്യവും പോകുന്ന വഴിയെ തിരിച്ചു വീണ്ടും വരുന്നുണ്ട്. കൂനിന്മേൽ കുരു എന്ന് പറഞ്ഞതുപോലെ സ്വഹാബത്ത് ആ വാർത്ത കേൾക്കുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ വാർത്ത കേൾക്കുകയാണ്. ഒന്നുമില്ല, തങ്ങളെ നിലംപരിശാക്കാൻ വേണ്ടി വരികയാണ് എന്നൊരു വാർത്ത അവരെ കേൾപ്പിക്കുകയാണ്. കളവ് പറഞ്ഞതായിരുന്നു. ആ സമയത്ത് വിശ്വാസികളുടെ മറുപടി നോക്കൂ. അല്ലദീന ഖാല ലഹുമുന്നാസ് ഇന്നന്നാസ ഖദ് ജമഉ ലക്കും ഫഖ്ശൗഹും ഫസാദഹും ഈമാന. ആളുകൾ വന്ന് അവരോട് പറഞ്ഞതാ, നിങ്ങളെ തീർക്കാൻ വേണ്ടി അവർ വരുന്നുണ്ട് കേട്ടോ. ഫസാദഹും ഈമാന. എന്താ സംഭവിച്ചെന്ന് അറിയോ? ഈമാൻ ഇങ്ങോട്ട് കൂടി. പേടിയല്ല കൂടിയത്, ഭയമല്ല കൂടിയത്, ഈമാൻ വർദ്ധിച്ചു. വഖാലു ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ. അവർ പറയാണ്, ഞങ്ങൾക്ക് അല്ലാഹ് മതി, അവൻ തന്നെയാണ് പരമേൽപ്പിക്കുവാൻ ഉത്തമനായിട്ടുള്ളത്. ഇതെവിടുന്ന് വന്നു? ഇതെവിടുന്നാണ് അവർക്കുണ്ടായത്? തൗഹീദിൽ നിന്നാണ്. അടിയുറച്ച കറകളഞ്ഞ ആദർശത്തിൽ നിന്ന് പുറത്തു വന്നതാണ് ഈ തവക്കുല്. ഇതാണ് നിർഭയത്വം. ഖുൽ ലൻ യുസീബനാ ഇല്ലാ മാ കതബല്ലാഹു ലനാ ഹുവ മൗലാന. ഖുൽ, പറയുക പ്രവാചകരെ, ലൻ യുസീബനാ, ഞങ്ങളെ ബാധിക്കുകയില്ല, ഇല്ലാ മാ കതബല്ലാഹു ലനാ, അല്ലാഹ് ഞങ്ങൾക്ക് വേണ്ടി എന്താണോ തീരുമാനിച്ചത് അതല്ലാതെ ഒന്നും എനിക്ക് ബാധിക്കൂല എന്ന് പറ റസൂലെ അവരോട്. ഫൽയതവക്കലിൽ മുഅ്മിനൂൻ, വിശ്വാസികൾ അല്ലാഹുവിൽ ഭരമേൽപ്പിച്ചു കൊള്ളട്ടെ. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇതല്ലേ പഠിപ്പിച്ചത്? യാ ഗുലാം വഅല്ലിമുക ബികലിമാത്, ഞാൻ നിനക്ക് ചില വാചകങ്ങൾ പഠിപ്പിച്ചു തരാം. ഇഹ്ഫദില്ലാഹ യഹ്ഫളക്, നീ അല്ലാഹനെ സൂക്ഷിക്കുക, അല്ലാഹ് നിന്നെ സംരക്ഷിക്കും. ആ വാചകത്തിന്റെ അവസാനത്തിൽ റസൂൽ പറയുന്ന ഒരു വാക്കുണ്ട്, നീ അറിയണം, വഅലം അന്നമാ അഖ്തഅക ലം യകുൻ ലിയുസീബക്, നിന്നെ ബാധിക്കാത്തതൊന്നും നിന്നെ ബാധിക്കേണ്ടതായിരുന്നില്ല. വമാ അസാബക ലം യകുൻ ലിയുഖ്തിഅക്, നിന്നെ ബാധിച്ചതൊന്നും നിന്നെ ബാധിക്കാതെ പോവേണ്ടതുമായിരുന്നില്ല. ഇതാണ് തവക്കുൽ. ഈ വിശ്വാസം ഉണ്ടാകുമുണ്ടല്ലോ, അത്ഭുതങ്ങൾ, ലോകത്ത് അത്ഭുതങ്ങൾ സംഭവിക്കും. റിച്ചാർഡ് വിക്ടർ ബോഡ്ലി എന്ന പേരുള്ള ഒരു അമേരിക്കൻ എഴുത്തുകാരനുണ്ട്. വിൻഡ് ഇൻ സഹാറ എന്നൊരു അദ്ദേഹത്തിൻ്റെ രചനയുണ്ട്. വിൻഡ് ഇൻ സഹാറ, മരുഭൂമിയിലെ കൊടുങ്കാറ്റ് എന്നാണ് അതിൻ്റെ ട്രാൻസ്ലേഷൻ. അത് അറബിയിലേക്ക് ട്രാൻസ്ലേഷൻ ചെയ്യപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹം അതിലൊരു കഥ പറയുന്നുണ്ട്. അദ്ദേഹം പ്രസിദ്ധനായ പല രചനകളും നിർവഹിച്ച പ്രഗത്ഭനായ ഒരു എഴുത്തുകാരൻ ആഫ്രിക്കയിലെ ഒരു മരുഭൂമിയിലേക്ക് അദ്ദേഹം യാത്ര ചെയ്യുകയാണ്. കഥാകാരന്മാരാകുമ്പോൾ അവർക്ക് കഥാപശ്ചാത്തലങ്ങളും കഥകളും ജീവിതത്തിലെ ഖിബ്ര എക്സ്പീരിയൻസും കിട്ടണമല്ലോ. അതിനുവേണ്ടി അവർ ഈ ഒരു മരുഭൂമിയിൽ, ആഫ്രിക്കൻ മരുഭൂമിയിൽ മുസ്ലിങ്ങൾ തിങ്ങിപ്പാർക്കുന്ന കാട്ടറബികളുള്ള, നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ഈ അറബികൾക്കിടയിൽ അദ്ദേഹം പോയി താമസം ആരംഭിച്ചു. എന്നിട്ട് അദ്ദേഹം ആ പുസ്തകത്തിൽ അനവധി സംഭവങ്ങൾ അദ്ദേഹം കൊണ്ടുവരുന്നുണ്ട്. അതിലൊരു സംഭവം അദ്ദേഹം പറയുന്നുണ്ട്, അതിൻ്റെ ട്രാൻസ്ലേഷനിൽ കാണാം. ഒരിക്കൽ ശക്തമായ ഒരു കാറ്റടിച്ചു. ആസിഫത്തുൻ ഹാറ, ഭയങ്കര ശക്തമായ ഒരു കാറ്റായിരുന്നു. എത്രത്തോളം എന്ന് പറഞ്ഞാൽ അദ്ദേഹം പറയണം, ആ കാറ്റിന്റെ ശക്തി മൂലം എൻ്റെ തലയിലെ മുടികളൊക്കെ ചൂടുകൊണ്ട് ഇളകിപ്പോരുന്നതായി എനിക്ക് തോന്നി. ഒരു തരം ഭ്രാന്തമായ അവസ്ഥയിലായി. കോപവും ഭയവും പേടിയും ഭ്രാന്തും എന്നെ ബാധിച്ചു. എനിക്കതിനെ ഒരു നിലക്കും അംഗീകരിക്കാൻ സാധിച്ചില്ല. എന്ത് ചെയ്യാനാ? ശക്തമായ മണൽക്കാറ്റാണ്, ചൂടാണ്, വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായി. ആ സമയത്ത് ആ കാട്ടറബികളായ, പള്ളിക്കൂടം കണ്ടിട്ടില്ലാത്ത, റിച്ചാർഡ് വിക്ടറി ബോഡ്ലിയെ പോലെയുള്ള വിദ്യാഭ്യാസമൊന്നുമില്ലാത്ത അവരുടെ നേതാവ് അവരോട് പറഞ്ഞൊരു വാക്ക് അദ്ദേഹം പറയുന്നുണ്ട്. അതിൽ ഖലാഉൻ മക്തൂബ്, ഇത് പടച്ചോൻ തീരുമാനിച്ചതാണ്, നമുക്കൊന്നും ചെയ്യാനില്ല, അത് സ്വീകരിക്കുക തന്നെ. പിന്നീട് ആ കാറ്റടങ്ങിയ സമയത്ത് അദ്ദേഹം തൻ്റെ അനുയായികളായ ആളുകളെ മുഴുവൻ വിളിച്ചു വരുത്തിയിട്ട് ആ ഗ്രാമമുഖ്യൻ അവരോട് പറയുകയാണ്, നമുക്ക് കൂടുതലൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല. ബഖിയ ലന 40 ഫിൽ മിഅ, 100ൽ 60% നമുക്ക് ബാക്കിയുണ്ട്, നമുക്ക് 40% പോയിട്ടുള്ളൂ. നോക്കി നിങ്ങൾ,
40% നമുക്ക് നഷ്ടപ്പെട്ടിട്ടുള്ളൂ, നമുക്ക് വീണ്ടും അത് അവിടെ നിന്ന് തുടങ്ങി പൂർത്തിയാക്കാം. ഇദ്ദേഹം അത് അത്ഭുതത്തോടു കൂടിയാണ്. എവിടെ നിന്നാണ് ഈ വിശ്വാസം അവർക്ക് വരുന്നത്? എവിടെ നിന്നാണ് ഈ തവക്കുൽ അവർക്ക് വരുന്നത്? പ്രയാസങ്ങളും പ്രതിസന്ധികളും വരുമ്പോൾ എവിടെ നിന്നാണ് അവർക്ക് ഈ ഒരു ആത്മധൈര്യം വരുന്നത്? വയനാട് ഇവിടെ പരാമർശിക്കപ്പെട്ടല്ലോ. എത്ര ഭീകരമാണ്, എത്ര പ്രയാസകരമാണ്. പക്ഷേ തൗഹീദ്, അത് അടിയുറച്ച മനസ്സുകൾ അതിനെ അംഗീകരിച്ചു കഴിഞ്ഞു. അത് അള്ളാഹുവിന്റെ തീരുമാനമാണ്. ചാലിയാറിന്റെ തീരങ്ങളിൽ 3 വയസ്സും 2 വയസ്സും 1 വയസ്സുമുള്ള നമ്മുടെ മക്കളുടെ പ്രായമുള്ള പിഞ്ചുപൈതങ്ങളുടെ മുഖങ്ങൾ ആ ഓളത്തിൽ അങ്ങനെ തെള്ളിക്കളിച്ചപ്പോൾ ആ ചാലിയാറിന്റെ തീരത്ത് നിന്ന് രക്ഷാപ്രവർത്തകരെ എടുത്തു കൊണ്ടുവരുന്ന സമയത്ത് നമുക്ക് എത്ര ദുഃഖമാണ് ഉണ്ടായത്, എത്ര പ്രയാസമാണ് ഉണ്ടായത്. പിഞ്ചുപൈതങ്ങളാണ്. കണ്ണ് നിറയും. റസൂലിന്റെ കണ്ണ് നിറഞ്ഞിട്ടുണ്ട്, സ്വഹാബത്തിന്റെ കണ്ണ് നിറഞ്ഞിട്ടുണ്ട്. പക്ഷേ നാം അള്ളാഹുവിനെ ചീത്ത വിളിച്ചിട്ടില്ല, അള്ളാഹുവിന്റെ ഖലാ ഖദറിനെതിരെ ഒന്നും സംസാരിച്ചിട്ടില്ല. ഒരു വിശ്വാസി അംഗീകരിക്കുകയാണ്, വിശ്വാസം കൊണ്ട് അതിനെ തരണം ചെയ്യുകയാണ്. ഇത് റബ്ബിന്റെ തീരുമാനമാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ അടുക്കലേക്ക് ഓടിക്കതച്ചു വരികയാണ്. താബിഈയായ ഒരു പണ്ഡിതൻ. അദ്ദേഹം ഓടിക്കതച്ചു വരുന്ന സമയത്ത് അബൂ ഹുറൈറ റളിയല്ലാഹുവിന്റെ സമീപത്തേക്ക് വന്നുകൊണ്ട് പറയാണ്, ഞാൻ എൻ്റെ 2 മക്കളെ ദഫൻതു ബിയദയ്യ ഹാതൈൻ, ഈ 2 കൈകൾ കൊണ്ട് ഖബറിൽ വെച്ചു കൊണ്ടുവരികയാണ്. ഞാൻ എൻ്റെ 2 മക്കളെ ഖബർ ചെയ്ത് അവരെ ദഫൻ ചെയ്തു കൊണ്ടുവരികയാണ്. എൻ്റെ ഹൃദയം തകിടം മറിഞ്ഞിട്ടുണ്ട്, എൻ്റെ മനസ്സെന്റെ കൈവിട്ടു പോകുമെന്ന് എനിക്ക് പേടിയുണ്ട്. അതുകൊണ്ട് അബൂ ഹുറൈറ, എൻ്റെ മനസ്സിന് ശാന്തി പകരുന്ന, എൻ്റെ മനസ്സിന് സമാധാനം പകരുന്ന ഒരു വാക്ക് എനിക്ക് പറഞ്ഞു തരണം. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ നാവിലൂടെ വന്ന വാക്കുകൾ നമുക്ക് ആശ്വാസമാണ്. 100 കണക്കിന് കുഞ്ഞുങ്ങൾ നഷ്ടപ്പെട്ട വയനാട് ദുരന്തത്തിൽ, ഉരുൾ ദുരന്തത്തിൽ നഷ്ടപ്പെട്ട കുഞ്ഞുങ്ങൾ, നഷ്ടപ്പെട്ട വേദനയിൽ കഴിയുന്ന ആളുകൾക്ക് അത് മനോബലം പകരുന്നതാണ്. നമ്മുടെ ഒരു സഹോദരൻ കോഴിക്കോട് ജില്ലയിൽ ISMന്റെ സജീവ പ്രവർത്തകന്റെ മകൻ, 4 വയസ്സ് 4.5 വയസ്സുള്ള മകൻ വീടിന്റെ സ്റ്റെയർകേസിൽ നിന്ന് വീണ് ദാരുണമായി മരണപ്പെട്ടു. ആ ദുഃഖത്തിലാണ് അദ്ദേഹം നിലകൊള്ളുന്നത്. അതുപോലെ മക്കൾ മരണപ്പെട്ട, അള്ളാഹുവിന്റെ കഠിനമായ പരീക്ഷണങ്ങളിൽ പ്രയാസപ്പെട്ടു നിൽക്കുന്ന ആളുകൾക്ക് സമാധാനം നൽകുന്ന, ശാന്തി പകരുന്ന വാക്കുകളാണ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞത്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞ വാക്കെന്തെന്നറിയുമോ? സമിഅ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യഖൂൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. സിഗാറുഹും ദഅമീസുൽ ജന്ന, സിഗാറുഹും ദഅമീസുൽ ജന്ന, അവരിൽ നിന്ന് മരിച്ചു പിരിയുന്ന, അള്ളാഹു അവർക്ക് പരീക്ഷണമായി നൽകുന്ന അവരുടെ പിഞ്ചു കുഞ്ഞുങ്ങളുണ്ടല്ലോ, മരിച്ചു പിരിയുന്ന പിഞ്ചു കുഞ്ഞുങ്ങൾ, അവർ സ്വർഗത്തിലെ മുത്തുമണികളാണ്. അവർ സ്വർഗത്തെ വിടാതെ പിന്തുടരുന്നവരാണ്. നാളെ പരലോകത്ത് വിചാരണ കഴിഞ്ഞ് ആ വിചാരണയുടെ സന്ദർഭത്തിൽ അള്ളാഹുവിന്റെ മുമ്പിൽ നിൽക്കുന്ന സമയത്ത് തന്റെ മക്കളെ ഈ ഭൂമിയിൽ തന്റെ മക്കളുടെ വേർപാട് കണ്ട് കണ്ണു നിറഞ്ഞ കണ്ണുകൾ, ആ തന്റെ മക്കളുടെ വേർപാട് കൊണ്ട് പൊട്ടിപ്പോയ ഹൃദയങ്ങൾ നാളെ പരലോകത്ത് റബ്ബിന്റെ മുമ്പിൽ വിചാരണക്ക് വേണ്ടി നിൽക്കുന്ന സമയത്ത് അവർക്ക് അന്നത് അൽഹംദുലില്ലാ എന്ന് പറയാൻ കാരണമാകും. എന്താ പറഞ്ഞെന്ന് അറിയുമോ? ഈ വിചാരണക്ക് നിൽക്കുന്ന സമയത്ത് ഈ പിഞ്ചുമക്കൾ ഓടി വരുമെന്നാണ്. എന്നിട്ട് തന്റെ മാതാപിതാക്കളെ അന്വേഷിക്കും. ആ മാതാപിതാക്കളുടെ വസ്ത്രത്തിന്റെ തലപ്പിൽ പോയി പിടിക്കും. അബൂ ഹുറൈറ ഇത് പറഞ്ഞുകൊണ്ട് ഈ താബിഈയായ വ്യക്തിയുടെ തലപ്പിൽ പിടിച്ചു, വസ്ത്രത്തിന്റെ തലപ്പിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു, എന്റെ വസ്ത്രത്തിന്റെ തലപ്പിൽ ഇത് പറയുമ്പോൾ റസൂൽ പിടിച്ചു. എന്നിട്ട് പറഞ്ഞു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, ആ കുഞ്ഞ് റബ്ബിനോട് തർക്കിക്കും, അവൻ ആ പിടിവിടുകയില്ല. ഹത്താ യുദ്ഖിലഹു വഅബാഹുൽ ജന്ന, അവനെയും അവന്റെ മാതാപിതാക്കളെയും സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുന്നത് വരെ അവൻ അവന്റെ മാതാപിതാക്കളുടെ പിടിവിടുകയില്ല. ഈ ഒരു വിശ്വാസം ഒരു ഹൃദയത്തിൽ സ്വീകരിച്ച ഒരു മാതാവിന്, ഒരു പിതാവിന് ഈ ദുരന്തങ്ങളെ സമാധാനത്തോടെ, ശാന്തിയോടുകൂടി, നിർഭയത്വത്തോടുകൂടി തരണം ചെയ്യാൻ സാധിക്കും. ഇത് നൽകുന്ന വിശ്വാസത്തിന്റെ പേരാണ് ഇസ്ലാം എന്നുള്ളത്. നോക്കൂ, അല്ലദീന ആമനു വലം യൽബിസു ഈമാനഹും ബിദുൽമിൻ ഉലൈക ലഹുമുൽ അംൻ, വിശ്വസിച്ചവർ, തങ്ങളുടെ വിശ്വാസത്തിൽ ശിർക്കിന്റെ കലർപ്പില്ലാത്തവർ, ഉലൈക ലഹുമുൽ അംൻ, അവർക്കാണ് നിർഭയത്വം, അവർക്ക് മാത്രമാണ് നിർഭയത്വം. സത്യസന്ധമായ തൗഹീദിന്റെ ആദർശത്തിൽ വിശ്വസിച്ചവരോളം പ്രയാസങ്ങളെയും ദുരിതങ്ങളെയും മറികടക്കാനുള്ള ഉൾക്കരുത്ത് ലോകത്തൊരു ജനതക്കുമില്ല എന്നുള്ളത് വിശുദ്ധ ഖുർആൻ പറയുകയാണ്. അങ്ങനെ ഒരാൾ വിശ്വസിച്ചാൽ പിന്നെ ഭൂതപ്രേത പിശാചുക്കൾ അവന്റെ ജീവിതത്തിന്റെ ഗതി നിർണയിക്കുകയില്ല.
കാക്ക കരഞ്ഞാൽ അവൻ ആ കാക്കയെ അനുകമ്പത്തോടെ നോക്കും. അതല്ലെങ്കിൽ ഒരല്പം ഈർഷ്യതയോടുകൂടി തന്നെ ഉപദ്രവിക്കാൻ വന്നതാണെങ്കിൽ ആ നിലക്ക് നോക്കും. താൻ ഏതെങ്കിലും വഴിക്ക് പോകുമ്പോൾ തൻ്റെ വീട്ടിൽ നിന്ന് ഭാര്യ തിരിച്ച് പിന്നിൽ നിന്ന് വിളിച്ചാൽ സ്നേഹത്തോടു കൂടി തിരിച്ചു നിന്ന് എന്തേ പറയാൻ വിട്ടത് എന്ന് ചോദിക്കും. കയർക്കില്ല. തൻ്റെ മുമ്പിൽ ഏതെങ്കിലും ഒരാൾ ചൂലുമായി നിൽക്കുന്നത് കണ്ടാൽ പുഞ്ചിരിയോടുകൂടി എന്തേ ഈ നേരമായിട്ടും നീ നിന്റെ വീടിന്റെ മുറ്റം അടിച്ചു വൃത്തിയാക്കിയില്ലേ എന്നേ ചോദിക്കൂ. അതിനപ്പുറത്ത് ആ ചൂല് അവന്റെ ജീവിതത്തിൽ ഇടപെടുകയില്ല. ഏതെങ്കിലും ഒരു വൈക്ക് പോകുമ്പോൾ ഒരു കരിമ്പൂച്ച അവന്റെ മുന്നിലൂടെ കുറുകെ ചാടിയാൽ അവൻ എന്തു മനസ്സിലാക്കും? ഞാൻ തിരക്കിലാണ്, കരിമ്പൂച്ച എന്നേക്കാൾ തിരക്കിൽ എങ്ങോട്ടെയോ പോവുകയാണ് എന്ന് മാത്രമേ അവൻ മനസ്സിലാക്കുകയുള്ളൂ. ഈ വിശ്വാസമുണ്ടല്ലോ, പ്രമാണബദ്ധമല്ലാത്ത ഒന്നിലും അവൻ വിശ്വസിക്കുകയില്ല. വിശുദ്ധ ഖുർആനിന്റെയും പ്രവാചക ഹദീസുകളുടെയും സ്ഥാപിതമായ ആശയങ്ങളെ അവൻ പൂർണ്ണമായി സ്വീകരിക്കും. വിശുദ്ധ ഖുർആനിന്റെയും പ്രവാചക വചനങ്ങളുടെയും അപ്പുറത്ത് ഏതെങ്കിലും ബാവബീബിമാരുടെ, കാക്കകാരണവന്മാരുടെ, പിതാക്കന്മാരുടെ, സ്വാമിമാരുടെ ഒന്നും വാക്കുകളെ അവൻ ദൈവികമായി സ്വീകരിക്കുകയില്ല എന്നുള്ളതാണ് സത്യം. അവിടെയാണ് അവൻ തൻ്റെ പ്രതാപത്തെ കാത്തു സൂക്ഷിക്കുക, അഭിമാനത്തെ കാത്തു സൂക്ഷിക്കുക. ഈ ബാവബീവിമാരുടെ, ആൽത്തറകളുടെ, ശ്രീകോവിലുകളുടെ, പുണ്യപുഷ്പങ്ങളുടെ പിന്നാലെ നടന്നുകൊണ്ട് തൻ്റെ ജീവിതത്തെ അവൻ ഹോമിക്കുകയില്ല. അവൻ തൻ്റെ ജീവിതത്തിന്റെ അഭിമാനത്തെ സംരക്ഷിക്കുന്നവനായിരിക്കും. അള്ളാഹുവിന് വേണ്ടി ഋജുമനസ്കരായ നിലയിൽ നിലകൊള്ളുന്ന ഒരു കൂട്ടം ആളുകൾ, അവർ അള്ളാഹുവിൽ പങ്കു ചേർത്തിട്ടില്ല. ആരെങ്കിലും അള്ളാഹുവിൽ പങ്കു ചേർത്താൽ അറിയുക, അവന്റെ ഉദാഹരണം ആകാശത്ത് നിന്ന് വീണ ഒന്നിനെ പോലെയാണ്. ഒരു പക്ഷേ പക്ഷികൾ അതിനെ റാഞ്ചിയെടുത്തേക്കാം. അതല്ലെങ്കിൽ വിദൂരമായ ഏതെങ്കിലും ഒരു പ്രദേശത്തേക്ക് ശക്തമായ കാറ്റുകൾ അതിനെ നയിച്ചു കൊണ്ടുപോയേക്കാം. ഇതല്ലേ ശിർക്ക് ചെയ്യുന്ന ഒരു മനുഷ്യനുണ്ടാവുന്നത്? ഭൗതികമായ വിദ്യാഭ്യാസം കൊണ്ട് വല്ലതും നമ്മുടെ ജീവിതത്തിൽ വല്ല തരത്തിലുമുള്ള മാറ്റങ്ങൾ ഉണ്ടാവുമോ? ഒന്നും ഉണ്ടാവില്ല. റൊമാനിയ എന്നൊരു രാജ്യമുണ്ട്, മധ്യ യൂറോപ്പിൽ സ്ഥിതി ചെയ്യുന്ന ഒരു രാജ്യമാണ് റൊമാനിയ. യൂറോപ്യൻ രാജ്യമാണ്. 2 കോടിയാണ് ജനസംഖ്യ, 2 കോടി. ആ രാജ്യത്തെ ഒരു പക്ഷേ നമുക്ക് വേറെ രൂപത്തിൽ പരിചയപ്പെടുത്തിയാൽ പെട്ടെന്ന് മനസ്സിലാവും. ബ്രോം സ്റ്റോക്കർ എന്ന വിശ്വപ്രസിദ്ധനായ പ്രേതകഥകൾ എഴുതിയിരുന്ന ഒരാളുടെ ഒരു രചനയുണ്ട്, ഡ്രാക്കുള എന്ന കഥയുടെ പശ്ചാത്തലം ഈ രാജ്യമാണ്. ഈ രാജ്യത്തെ കാർപ്പാത്യൻ പർവ്വത നിരകളെക്കുറിച്ച് അതിൽ പറയുന്നുണ്ട്. ആ കാർപ്പാത്യൻ പർവ്വത നിരകൾക്ക് കീഴെ സ്ഥിതി ചെയ്യുന്ന ഒരു രാജ്യമാണ് റൊമാനിയ. ആ കാർപ്പാത്യൻ പർവ്വത നിരകൾക്ക് കീഴെയാണ് ഡ്രാക്കുള കോട്ട എന്ന് പറയുന്ന കോട്ട സ്ഥിതി ചെയ്യുന്നത്. അതൊരു പ്രേതകഥയാണ്. ആ പ്രേതകഥ ഒരു സുപ്രഭാതത്തിലുണ്ടായതല്ല. ഈ ബ്രോം സ്റ്റോക്കർ എന്ന് പറയുന്ന ഈ കഥാരചയിതാവ് ഒരിക്കൽ പോലും ആ നാട് സന്ദർശിച്ചിട്ട് പോലുമില്ല. പക്ഷെ തൻ്റെ സുഹൃത്തിൽ നിന്ന് ആ വികസിത രാജ്യത്തെക്കുറിച്ച്, വികസന രാജ്യമല്ല കേട്ടോ, വികസിതമായ ഏറ്റവും പുതിയ ജീവിതാനുഭവങ്ങൾ നൽകുന്ന ഒരു രാജ്യത്തെ ജനതയെക്കുറിച്ചും അവർക്കിടയിൽ പ്രചുരപ്രചാരം സിദ്ധിച്ച കഥകളെക്കുറിച്ചും ഇയാൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ അയാൾക്ക് തോന്നി തൻ്റെ പ്രേതക്കഥകൾക്ക് ചിറക് വിടർത്താൻ പറ്റിയ മണ്ണ് ഈ യൂറോപ്യൻ രാജ്യമാണ്. 2 കോടിയാണ് ജനസംഖ്യ. ആ രാജ്യത്തിൻ്റെ പ്രധാനപ്പെട്ട വരുമാന മാർഗം എക്സ്പോർട്ടിങ് കാറുകളാണ്, സോഫ്റ്റ്വെയറാണ്, പിന്നെ ക്ലോത്തുകളാണ്. നിങ്ങൾ നോക്കി, ലോകത്തിലേക്ക് വിവിധ തരം കാറുകൾ നിർമ്മിച്ച് കയറ്റി അയക്കുന്ന ഒരു രാജ്യം, സോഫ്റ്റ്വെയറുകൾ അതുണ്ടാക്കി ആ സോഫ്റ്റ്വെയറുകൾ ലോകത്തിന് വിൽക്കുന്ന ഒരു രാജ്യം, അന്ധവിശ്വാസത്തിൽ മുരടുറച്ചു പോയൊരു രാജ്യമാണ്. ഭൗതിക വിദ്യാഭ്യാസത്തിന്റെ കുറവ് കൊണ്ടാ അല്ല, അന്ധവിശ്വാസത്തിന്റെ ഒരു രാജ്യം. കേട്ടാൽ അത്ഭുതപ്പെട്ടു പോകും. 2 കോടിയുള്ള രാജ്യത്ത് 5 ലക്ഷത്തോളം സർക്കാരിൽ രജിസ്റ്റർ ചെയ്ത മാരടക്കാരായ സ്ത്രീകളുണ്ട്. നിസ്ഫു മില്യൺ, 5 ലക്ഷത്തോളം വരുന്ന സാഹിർമാർ, ബ്ലാക്ക് മാജിക്കിന്റെ ആളുകൾ, സ്ത്രീകൾ 5 ലക്ഷം. എന്തിനാണെന്നറിയാം സർക്കാർ ലിസ്റ്റിൽ അവരുടെ പേര് വന്നത്? വർഷാവർഷം ഇവർ ഓരോരുത്തരും സർക്കാരിന് ടാക്സ് കൊടുക്കുന്നുണ്ട്. എന്തിന് ടാക്സ് കൊടുക്കുന്നുണ്ട്? തങ്ങൾ ഇതിലൂടെ നേടിയെടുക്കുന്ന വരുമാനത്തിന് ടാക്സ് കൊടുക്കുന്നുണ്ട്. ആ നാട്ടിലെ സ്ത്രീകളെ കുറിച്ച് പറയുന്നുണ്ട്, പുരുഷന്മാരെ കുറിച്ച് പറയുന്നുണ്ട്. കണ്ടാൽ ഏറ്റവും ഉന്നതമായ രൂപത്തിൽ iPhone 15 കയ്യിലുണ്ട്. ഏറ്റവും ഉന്നതമായ ജീവിത നിലവാരത്തിൽ അങ്ങാടിയിലൂടെ നടക്കുന്ന മനുഷ്യന്മാര് രാത്രിയായാൽ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്നില്ല. ഓരോരുത്തരും തങ്ങൾക്ക് പ്രത്യേകമായ ഫാമിലി ഡോക്ടർ എന്ന് പറയുന്നത് പോലെ ആ പലവിധ വീടുകൾക്കും സ്വന്തമായി ഓരോ സാഹിറാത്തുകളുണ്ട്. നോക്കൂ, ഭൗതിക വിദ്യാഭ്യാസം കൊണ്ട് അന്ധവിശ്വാസത്തിൽ നിന്ന് വിജയം നേടാൻ സാധിക്കുമായിരുന്നെങ്കിൽ ഇവർ രക്ഷപ്പെടേണ്ടിയിരുന്നു. റൊമാനിയ എന്ന നാടിന് നഷ്ടപ്പെട്ടത് ഭൗതിക വിദ്യാഭ്യാസമല്ല,
ശുദ്ധമായ തൗഹീദാണ്. ആ തൗഹീദുള്ള നമ്മുടെ നാട്ടിൽ മീൻ കച്ചവടം നടത്തുന്ന, മത്സ്യ കച്ചവടം നടത്തുന്ന അഹമ്മദ് ക ആരെയും ഭയപ്പെടാതെ നട്ടപ്പാതിരക്ക് തന്റെ കച്ചവടം അവസാനിപ്പിച്ച് ഏത് സെമിത്തേരിയുടെ മുന്നിലൂടെയും അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ട് ധൈര്യമായി നടന്നു വരുമ്പോൾ ഉന്നത വിദ്യാഭ്യാസത്തിന്റെ വലിയ വലിയ ഉന്നതങ്ങളിൽ എത്തിപ്പെട്ട ഇവർ രാത്രിയാകുമ്പോൾ പുറത്തിറങ്ങാതെ ഭയപ്പെടുകയാണ്. ഈ തമ്മിലുള്ള വൈരുദ്ധ്യത്തിന്റെ പേരാണ് തൗഹീദ്. ആ തൗഹീദിലേക്കാണ് നമ്മൾ ക്ഷണിക്കുന്നത്. അന്ധവിശ്വാസങ്ങൾ വല്ലാതെ പ്രചരിച്ചു കൊണ്ടിരിക്കുന്നു. കമ്പ്യൂട്ടർ ജ്യോതിഷം എന്തൊക്കെ പേരിലാണ്, വലംപിരിശങ്ക് പരസ്യങ്ങൾ കൊടുക്കുകയാണ്. രാത്രിയായാൽ അന്തി ചർച്ചയാണ് മാധ്യമങ്ങളിൽ അന്ധവിശ്വാസ കൊലപാതകങ്ങളെക്കുറിച്ച്. അതേ കൊലപാതകങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്ത ഈ മാധ്യമങ്ങൾ തന്നെയാണ് ഈ വലംപിരിശങ്കും ധരാകർഷണ യന്ത്രത്തിന്റെയും പരസ്യങ്ങൾ കൊടുത്തുകൊണ്ട് ആളുകൾക്കിടയിലേക്ക് ഇത് വിറ്റയിക്കുന്നത്. നിങ്ങൾ നോക്കി, ജബ്ബാർ എന്ന പേരിൽ ഒരു മൗലവിയുണ്ട്, മുസ്ലിയാരാണ്, മൗലവി എന്നാണ് അറിയപ്പെടുന്നത്. തെക്കൻ കേരളത്തിൽ അൽ മഫാസ് മൻസിൽ എന്ന പേരിൽ നമുക്കൊക്കെ അറിയുന്ന സംഭവങ്ങളാണ്. തൊണ്ടയിൽ മുള്ളു കുടുങ്ങിയാൽ അതിന് പ്രത്യേകമായ ദിക്റാണ്. എലി ശല്യത്തിന് എലി വിഷമല്ല, ദിക്റാണ്. ഈ ദിക്റുകൾ എഴുതി വിറ്റ് കാശാക്കിയപ്പോ നാട്ടിലെ കുറച്ച് പ്രസാദകരായ ആളുകൾ തീരുമാനിച്ചു, ഇത് നല്ല കച്ചവടമാണല്ലോ, എന്നാൽ നമുക്ക് എന്ത് ചെയ്യുക, ഇതിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് കോപ്പി ഉണ്ടാക്കി വിൽക്കാൻ. അങ്ങനെ അതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് കോപ്പി ഇങ്ങനെ വിൽപ്പന സജീവായി. ഞാൻ പറയുന്നത് അത് പറയാൻ വേണ്ടിയാണ് പറയുന്നത്. ഇതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് കോപ്പി ഇങ്ങനെ വിൽപ്പന സജീവായപ്പം ഇദ്ദേഹം ചാനലിൽ വന്നുകൊണ്ട്, ആ കാലത്തുണ്ടായിരുന്ന ഒരു ചാനലാണ്, ആ ചാനലിൽ വന്നുകൊണ്ട് അവിടെ നിന്ന് അദ്ദേഹം പറയാണ്, അൽ മഫാസ് മൻസിലിൻ്റെ പേരിൽ ചില ഡ്യൂപ്ലിക്കേറ്റ് കോപ്പികൾ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട്. ആ കോപ്പികളിൽ നോക്കിക്കൊണ്ട് ആരെങ്കിലും ദിക്റ് ചൊല്ലിയാൽ തൊണ്ടയിലെ മുള്ളു പോവൂല, എലിശല്യം മാറൂല. അത് എൻ്റെ വാക്കിൽ പറഞ്ഞതാണ്. മുപ്പര് പറഞ്ഞത് ഫലം കിട്ടൂല എന്നാണ്. നോക്കി, ഇത്ര വലിയ മഹാവിഡിത്തം വന്ന് വിളമ്പിയിട്ടും അത് സമിഅ്നാ വ അതഅ്നാ എന്ന് സ്വീകരിച്ച ഒരു ജനതയെക്കുറിച്ച് നമ്മൾ ആലോചിച്ച് നോക്കൂ. ഓസ്ട്രേലിയയിൽ നിന്ന് ഉന്നത വിദ്യാഭ്യാസമുള്ള ഒരു ഭാര്യയും ഭർത്താവും, രണ്ടുപേരും യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസർമാരാണ്. അവരിൽ ആർക്കോ ഒരാൾക്ക് കലശലായ രോഗമുണ്ട്. ഒരുവിധം എല്ലാ ചികിത്സകളും നടത്തി, ഫലല്ല. അവസാനം അവർ തീരുമാനിച്ചു, റിട്ടയർമെൻ്റ് അടുത്തല്ലോ, എങ്കിൽ നമ്മൾ ആ കടുങ്കൈ 18ാമത്തെ അടവ് തന്നെ പ്രയോഗിക്കാം. അങ്ങനെ റിട്ടയർമെൻറ്റ് കിട്ടിക്കഴിഞ്ഞപ്പോൾ അവർ വിമാനം ബുക്ക് ചെയ്തു. അമേരിക്കയിലേക്കല്ല, ലോകത്തെ വേറെ ഏതെങ്കിലും പ്രസിദ്ധമായ ഹോസ്പിറ്റലിലേക്കല്ല, ഇന്ത്യ എന്ന ഈ മഹാരാജ്യത്തേക്ക്. അതിനേക്കാൾ അത്ഭുതം നമ്മുടെ സംസ്ഥാനത്തിലേക്ക്, കേരളത്തിലേക്ക്, കൊല്ലം ജില്ലയിലേക്കാണ്. അവർ വിമാനം ഇറങ്ങി, എറണാകുളത്തോ കോഴിക്കോടോ വന്ന് വിമാനം ഇറങ്ങി കൊല്ലം ജില്ലയിലേക്ക് പോയി. എന്നിട്ട് അവിടെ ഒരു പ്രശസ്തയായ ഒരു ഡോക്ടറെ സമീപിച്ചു. ഡോക്ടർ മാതാ അമൃതാനന്ദ എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു സ്ത്രീ. ആ സ്ത്രീയുടെ മഠത്തിൽ ചെന്നുകൊണ്ട് ചോദിക്കുകയാണ്, ഞങ്ങൾ അപ്പോയിൻമെൻ്റ് എടുത്തിരുന്നു, മാതാ അമൃതാനന്ദയെ ഒന്ന് കാണണം. എന്തേ? ഞങ്ങൾ ചില ശാരീരികമായ പ്രശ്നങ്ങളുണ്ട്, മാനസികമായ പ്രശ്നങ്ങളുണ്ട്, ഈ രോഗങ്ങൾക്ക് പല ചികിത്സ നടത്തി, ഞങ്ങൾ അപ്പോയിൻമെൻ്റ് എടുത്താണ്. ശരിയാണ്, ഞങ്ങൾ അപ്പോയിൻമെൻ്റ് എടുത്താണ്, ഒക്കെ ശരിയാണ്. പക്ഷേ പെട്ടെന്നുണ്ടായ ചില ശാരീരിക അസ്വസ്ഥതകൾ മൂലം, പ്രയാസങ്ങൾ മൂലം കൂടുതൽ മെച്ചപ്പെട്ട ചികിത്സയ്ക്ക് വേണ്ടി മാതാ അമൃതാനന്ദ അമേരിക്കയിലേക്ക് പോയിരിക്കുകയാണ് എന്ന മറുപടി അവിടെ നിന്ന് ലഭിക്കുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കി. ആ സമയത്ത് അപ്പം നമ്മൾ ആ പറയുന്ന ഒരു വാക്കുണ്ടല്ലോ, തലയിൽ ഒരു ലക്കോട്ടൊട്ടിക്കാനുള്ള വറ്റെങ്കിലും ഉണ്ടെങ്കിൽ, ഒരു കത്തിൻ്റെ ലക്കോട്ടൊട്ടിക്കാനുള്ള ഒരു വറ്റെങ്കിലും ഉള്ളവനാണെങ്കിൽ ആ പ്രൊഫസർ അപ്പം തന്നെ റിട്ടേൺ ടിക്കറ്റ് ബുക്ക് ചെയ്യേണ്ടിയിരുന്നു ഫോൺ എടുത്തിട്ട്. പക്ഷേ അയാൾ ആ ഒരു വറ്റില്ലായിരുന്നു. മാതാ അമൃതാനന്ദ തിരിച്ചു വരുന്നതുവരെ മൂപ്പര് ഹോട്ടലിൻ്റെ ബുക്കിങ്ങിൻ്റെ അവധി കൂട്ടി ചോദിച്ചു എന്നുള്ളതാണ്. നോക്കി, എത്രത്തോളം അപകടകരമായ അവസ്ഥയാണ്. ഇവിടെയാണ് നമ്മുടെ നാട്ടിൽ ഷാറെ മുബാറക്കിൻ്റെ പേരിൽ എന്തൊക്കെയാണ് നടന്നത്. ഈ വിശ്വാസങ്ങൾ എന്താ സംഭവിക്കുന്നത്? സമാധാനം നഷ്ടപ്പെട്ട് ഇത്തരം വിശ്വാസങ്ങളിൽപ്പെട്ട് പണം വാരിയെറിഞ്ഞ് 40 കോടി രൂപക്ക് 40 കോടി പിരിച്ചിട്ട് അങ്ങ് ചുരത്തിൻ്റെ കീഴെ ഒരു പ്രസ്ഥാനം ഉണ്ടാക്കിയാണ്, ഒരു കച്ചവട കേന്ദ്രം. ആ കച്ചവട കേന്ദ്രത്തിൽ ആ പോയി മുടിവെള്ളം കുടിക്കാൻ മാത്രം നമ്മുടെ ആളുകളെ വഴിപിഴപ്പിച്ച വസ്തുത എന്താണ്? തൗഹീദിൽ നിന്ന് അകന്നുപോയി എന്നാണ്. നമ്മൾ സാധാരണ കേട്ടല്ലോ, കാജ ഇവിടെ വേദന എവിടെ എന്നൊരു പരസ്യമുണ്ട്, കാജ ഇവിടെ വേദന എവിടെ. അതേപോലെയായിരുന്നു പ്രവാചകന്റെ മുടി ഇവിടെ, ദാരിദ്ര്യം എവിടെ എന്നൊക്കെ രൂപത്തിലാണ് ഇവർ പ്രചരിപ്പിച്ചത്. എന്നിട്ട് എന്തായിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തലയിൽ എത്ര മുടി ഉണ്ടായിരുന്നു? ആ മുടി മുഴുവനും വെച്ചുകൊണ്ടാണ് പ്രവാചകൻ രാത്രി വിശന്നിട്ട് ഉറക്കില്ലാതെ പുറത്തിറങ്ങി നടക്കുകയാണ്. അബൂബക്കർ സിദ്ദീഖ് വരികയാണ്, മല്ലദി അഖ്റജക ഹാദിഹി സാ, എന്താണ് ഈ സമയത്ത് പുറത്തിറങ്ങി നടക്കുന്നത്?
അല്ലദി അഖ്റജക അഖ്റജനി യാ റസൂലല്ലാഹ്, റസൂലേ നിങ്ങൾ എന്തിനാ പുറത്തിറങ്ങിയത് തന്നെ? അൽ ജൂഉ യാ റസൂലല്ലാഹ്. ഉമർ റളിയല്ലാഹു അൻഹു കടന്നു വരികയാണ്. എന്താണ് മല്ലദി അഖ്റജക യാ ഉമർ? അഖ്റജനി അല്ലദി അഖ്റജകും, നിങ്ങൾ രണ്ടുപേരും എന്തിനാ വന്ന? അതിനെ അൽ ജൂഉ യാ റസൂലല്ലാഹ്. ഈ പ്രവാചകന്റെ ചരിത്രം അറിയുന്ന ഒരാൾ ഈ മുടിവെള്ളത്തിന് പിന്നാലെ പോകും. ഞാൻ അവസാനിപ്പിക്കുകയാണ്. നോക്കി, അവസാനം ഒന്നുകൂടി പറയാണ്. ഒരു കൊലപാതകം നടന്നല്ലോ തിരുവനന്തപുരത്ത്. 2 സ്ത്രീകളെ ജീവിതത്തിന് ഐശ്വര്യത്തിന് വേണ്ടി കൊണ്ടുപോയി കൊലക്ക് കൊടുത്തു. ഷാഫി എന്ന് പേരുള്ള ഒരു മുസ്ലിം പേരുള്ള നാമധാരിയാണ് ഇതിന്റെ ചുക്കാൻ പിടിച്ചത്. ആദ്യം ഒരു പെണ്ണിനെ ബലിക്ക് കൊടുത്തു, രണ്ടാമതൊരു പെണ്ണിനെ വീണ്ടും ബലിക്ക് കൊടുത്തു, ലോട്ടറി കച്ചവടക്കാരായ. അതിൽ ഏറ്റവും അപകടം എന്താ പറയുക? ആ കൊലക്കൊടുത്തിനേക്കാൾ നമ്മൾ ചിന്തിപ്പിക്കേണ്ട ഒരു വസ്തുത ഉണ്ട്. നമ്മുടെ വീട്ടിൽ കോഴിയെ നമ്മൾ കണ്ടില്ലേ? പിടക്കോഴികളുടെ പൂവൻകോഴി, പരിചയമില്ലാത്ത ഏതെങ്കിലും ഒരു പൂവൻകോഴി തൻ്റെ പിടക്കോഴികളുടെ സമീപത്തേക്ക് വന്നാൽ ആ പൂവൻകോഴിയെ തൻ്റെ പിടക്കോഴികളിൽ നിന്ന് അത് ഓടിപ്പിക്കും, അതിനെ അവിടെ നിന്ന് ഓടിച്ചുവിടും. ഇതൊരു സാമാന്യമായി നമ്മൾ കാണുന്ന ഒരു വസ്തുതയാണ്. ഒട്ടുമിക്ക പക്ഷിമൃഗാദികളിലും ഇത് സ്ഥിതി ചെയ്യുന്നുണ്ട്. എന്നിട്ട് പോലും ഈ ഷാഫി എന്ന ഈ വ്യക്തി പറഞ്ഞപ്പം വിദ്യാഭ്യാസമുള്ള ഈ മനുഷ്യൻ ഫേസ്ബുക്കിലൂടെ വലിയ വലിയ വാചകങ്ങൾ എഴുതിവിടുന്ന ഈ മനുഷ്യൻ സ്വന്തം ഭാര്യയെ തൻ്റെ കൺമുന്നിൽ വെച്ചുകൊണ്ട് ഈ തെമ്മാടിയായ മനുഷ്യന് ഭോഗിക്കാൻ കൊടുക്കണമെങ്കിൽ എത്രത്തോളമാണ് ഒരു മനുഷ്യനെ ശിർക്ക്, അന്ധവിശ്വാസങ്ങൾ വലിയ അപകടങ്ങളിലേക്ക് എത്തിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. വലഖദ് ദറഅനാ ലിജഹന്നമ കസീറൻ മിനൽ ജിന്നി വൽ ഇൻസ്, തീർച്ചയായും ജിന്നുകളിൽ നിന്നും മനുഷ്യരിൽ നിന്നും നരകത്തിന് വേണ്ടി ചില സന്തതികളെ ഞാൻ സൃഷ്ടിച്ചിട്ടുണ്ട്. അവരുടെ പ്രത്യേകത എന്തെന്നറിയുമോ? ലഹും ഖുലൂബുൻ ലാ യഫ്ഖഹൂന ബിഹാ, ഹൃദയമുണ്ട് ചിന്തിക്കുകയില്ല. വലഹും അഅ്യുനുൻ ലാ യുബ്സിറൂന ബിഹാ, അവർക്ക് കണ്ണുണ്ട് കാണുകയില്ല. വലഹും ആദാനുൻ ലാ യസ്മഊന ബിഹാ, കാതുണ്ട് കേൾക്കുകയില്ല. ഉലൈക കൽ അൻആം, കന്നുകാലികളെ പോലെയാണ് അവർ. അല്ല, കന്നുകാലികൾക്ക് അതൊരു മോശമായിരിക്കും. ബൽഹും അളൽ, കന്നുകാലികളെക്കാൾ ആണവർ എന്ന വിശുദ്ധ ഖുർആനിന്റെ വചനം നമ്മുടെ ഹൃദയങ്ങളിൽ ഉണ്ടാകണം. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.